ചില അടിപൊളി ഫോട്ടോസ് ഇല്ലേ ക്ലയന്റിന് കൊടുക്കാൻ പറ്റാണ്ട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥ വരാറുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ എന്താന്ന് വിചാരിക്കണ്ടാവില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഉദാഹരണത്തിന് ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ്റെ ഇടയിൽ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. കേക്ക് കട്ട് ചെയ്യുന്നു, ബ്രൈഡും ഗ്രൂമും കൂടിയിട്ട് കത്തി എടുക്കുന്നു, കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുന്നു. ചുറ്റും ആയിട്ട് അവരെ പാരൻസ്, സിബ്ലിങ്സ് അങ്ങനെ കുറച്ച് പേരുണ്ടാവും. അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. ബ്രൈഡും ഗ്രൂമും കേക്ക് കട്ട് ചെയ്യുന്നു, എല്ലാവരും കൂടി കൈയടിക്കുന്നു, ചെയർ ചെയ്യുന്നു. അടിപൊളി ഒരു ഫോട്ടോയാണ്. ഇതേ സിനാരിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രൈഡും ഗ്രൂമും കൂടി കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ നോക്കി നിൽക്കുന്നു. ഇനി കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർ ടിഷ്യൂ പേപ്പർ അന്വേഷിക്കാൻ പോകുന്നു. ചിലർ ടിഷ്യൂ വെച്ചിട്ട് കൈ തുടച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നു, ചിലർ ഫോൺ വിളിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പല വെഡ്ഡിങ്ങിലും ഞാൻ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക വെച്ചാൽ നല്ലൊരു ഫോട്ടോ സ്പോയിലായി. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ? എല്ലാ ഫോട്ടോയിലും ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ ബ്രൈഡും ഗ്രൂമുമാണ് സബ്ജക്റ്റ്. അവരെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ബാക്കിയുള്ള എലമെന്റ്സ് ആണ് ഈ കൂടെ നിൽക്കുന്ന ആളുകൾ. പല സമയത്തും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കൂടെയുള്ള എലമെന്റ്സ് പലപ്പോഴും ഡിസ്ട്രാക്ഷനായി മാറും. അങ്ങനെ ഈ ഫോട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അടുത്തതായിട്ട് വെഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ചങ്കിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ യു ടേക്ക് കെയർ. ബൈ.